പ്രധാനപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെങ്കിൽ പലരും സമീപിക്കുന്ന ഒരാളാണ്. അതായത് അദ്ദേഹത്തിന് അറിയാത്ത വിഷയങ്ങൾ വളരെ കുറയും. അദ്ദേഹത്തിൻ്റെ ഉപാസന ശരിക്കും പറഞ്ഞാൽ ദേവിയാണ്. ശ്രീചക്രപൂജ അദ്ദേഹത്തിൻ്റെ ഒരു വലിയ പ്രധാനപ്പെട്ട കാര്യമാണ്. ശ്രീദേവി ഉപാസകനാണോ? ശ്രീ ഉപാസകനാണ്. അപ്പോൾ അതിൻ്റെ ചിട്ടയോട് കൂടി ആ പൂജ പൂർണ്ണമായിട്ടും നടത്തി കണ്ടിട്ടുള്ളത് ഇദ്ദേഹമായിട്ടാണ്. രാവിലെ തുടങ്ങി രാത്രി 8-8:30 വരെ ഉണ്ടാവും ഇദ്ദേഹത്തിൻ്റെ പൂജ. അതിന് പ്രത്യേകം നമ്മളൊന്നും കാണാത്തതായിട്ടുള്ള കുറേ നിവേദ്യങ്ങൾ അദ്ദേഹം ഉണ്ടാക്കണം എന്ന് പറയും. അത് ഉണ്ടാക്കേണ്ട വിധം പറഞ്ഞു തരും. അങ്ങനെ ഉണ്ടാക്കിക്കൊണ്ട് ഇപ്പോൾ ഒരു 10-32 നിവേദ്യങ്ങളൊക്കെ ഞാൻ കൂടെ പോകുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. ഒരു ദിവസത്തെ പൂജയ്ക്ക് ഒരു ശ്രീചക്ര പൂജയുടെ രാവിലത്തെ പൂജയ്ക്ക് ഇന്ന നിവേദ്യം, ഉച്ചപൂജയ്ക്ക് ഇന്ന നിവേദ്യം, അത്താഴ പൂജയ്ക്ക് ഇന്ന സാധനങ്ങളെന്നൊരു ഇതുണ്ട്. അതനുസരിച്ചാണ് അത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതേപോലെ ഉണ്ടാക്കി കൊടുക്കും. ഈ ഒരു ദിവസം 32 നിവേദ്യം ഉണ്ടാക്കി. വൈകിട്ട് മാത്രം 32 നിവേദ്യം ഉണ്ട്. വൈകിട്ട് മാത്രം. എന്തെങ്കിലുമൊക്കെ പേര് പറയാൻ പറ്റുമോ? പറയുന്നതുകൊണ്ട് ബുദ്ധിമുട്ടില്ലെങ്കിൽ പറയാം. അല്ല, പറയാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മൾ വിചാരിക്കും പോലല്ല. നമ്മളിപ്പോൾ സാധാരണ ഒരു ക്ഷേത്രത്തിൽ പായസം, ശർക്കര പായസം, വെള്ളനേദ്യം അങ്ങനെയൊക്കെ അല്ലല്ലോ, അപ്പം വട അങ്ങനെയൊക്കെയുള്ളൂ. ഇതിപ്പോൾ അതൊന്നുമല്ല. ഇതിപ്പോൾ തക്കാളി കൊണ്ട് സോസ്, കരിമ്പിൻ ജ്യൂസ്, ഇങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കാനേ. പാനകം, കഷായം എന്ന് പറയും, കുറച്ചും കൂടി വ്യത്യാസപ്പെട്ടുകൊണ്ട് അങ്ങനെ പാനകം ഉണ്ടാക്കും, കഷായം ഉണ്ടാക്കും. അങ്ങനെ തേൻ, നെയ്യ്, ഉപ്പ് വരെ നേദിക്കണതാണ്, സെപ്പറേറ്റ് നേദിക്കുന്ന ഇതാണ്. അങ്ങനെയാണ് ഈ 32 ഒക്കെ നിവേദ്യങ്ങളായി വരുന്നത്. സാധാരണയായിട്ട് നമ്മുടെ ക്ഷേത്രങ്ങളിൽ അത്താഴപ്പൂജയ്ക്ക് അപ്പം വട, വെറ്റിലടയ്ക്ക, ഇത്ര തന്നെയുള്ളൂ. വേറെ അതിൽ കൂടുതലും വളരെ ദുർലഭമാണ്. അദ്ദേഹത്തിൻ്റെ ഈ ശ്രീചക്രപൂജാ സംവിധാനത്തിൽ ഇങ്ങനെയാണ്. ഇനിയും ഉണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ തമ്പുരാനിപ്പോൾ ഇവിടെ തൃപ്രയാർ ക്ഷേത്രത്തിൽ വന്നിട്ട് തന്ത്രിയായി ചുമതല ഏറ്റെടുത്തിട്ട്, സ്വതന്ത്ര ചുമതല ഏറ്റെടുത്തിട്ട് എത്ര വർഷമായി എന്ന് പറഞ്ഞ നിശ്ചയം? ഏട്ടൻ മരിച്ചതിന് ശേഷം ആവാനാണ് അതല്ലേ. അതുവരെ ഇപ്പം അദ്ദേഹം വരിക. ഇപ്പോൾ പന്തീരടി പൂജയാണ് ശരിക്കും തന്ത്രിയുടെ അവകാശപ്പെട്ട പൂജയായി. ഇന്നൊക്കെ പിന്നെ ഇപ്പോൾ മിക്കവാറും എല്ലാ ദിവസവും കളഭമുണ്ട്. അപ്പോൾ കളഭം വിശേഷാൽ പൂജയാകൊണ്ട് തന്ത്രിയാണ് ആ പൂജ കഴിക്കണം ഇപ്പോൾ. അപ്പോൾ പന്തീരടി പൂജ മേൽശാന്തി കഴിക്കും. പണ്ടതല്ല, പണ്ട് കളഭമൊക്കെ വളരെ ദുർലഭമേ ഉള്ളൂ. അപ്പോൾ തന്ത്രി പന്തീരടി പൂജ കഴിച്ച് പോകാൻ ബുദ്ധിമുട്ട്. അപ്പോൾ വിശേഷാൽ പൂജയാണ് തന്ത്രി കഴിക്കുന്നത്. അതെ, വിശേഷാൽ പൂജയാണ്, പന്തീരടി പൂജയാണ് വിശേഷാൽ പൂജ. അപ്പോൾ അതാണ് തന്ത്രി കഴിച്ചു വരുന്നത്. അതിപ്പോൾ ഈ കളഭം വരുമ്പോൾ കളഭപൂജ വിശേഷാൽ പൂജയായിട്ട് വേണ്ടതുകൊണ്ട് കളഭപൂജ തന്ത്രി കഴിക്കും, പന്തീരടി പൂജ മേൽശാന്തി.